ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ, പറയണേ. പതാകകളെ കുറിച്ചുള്ള പഠനം എന്താണ്? വെക്സിലോളജി. ഓക്കെ, അടിപൊളി, എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ പതാക നിലവിൽ വന്ന എന്താണെന്ന് അറിയാമോ? അല്ല, ഇന്ത്യയിലെ ആദ്യത്തെ പതാക നിലവിൽ വന്നത് എന്നാണെന്ന്? 906. അടിപൊളി, 906. ഇനി ഡേറ്റ് ഓഗസ്റ്റ് 7. അപ്പോ ഇന്ത്യയുടെ ആദ്യത്തെ പതാക നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ എന്നാണ്? അത് 1906 ഓഗസ്റ്റ് 7. അപ്പൊ പതാകകളെ കുറിച്ചുള്ള പഠനമാണ് വെക്സിലോളജി. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു പതാക നിലവിൽ വരുന്നത് എന്നാണ്? അത് 1906 ഓഗസ്റ്റ് 7. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് പതാക നമ്മുടെ ഇപ്പോഴല്ല കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത അത് 3 കളറായിരുന്നു, ത്രിവർണ്ണ പതാക ആയിരുന്നു. അതില് 8 താമരകളുണ്ടായിരുന്നു. 8 താമര. അന്ന് 8 പ്രൊവിൻസിനെ സൂചിപ്പിക്കാൻ 8 താമര. പിന്നെ ചന്ദ്രക്കല ഉണ്ടായിരുന്നു, പിന്നെ സൂര്യന്റെ പടം ഉണ്ടായിരുന്നു. അങ്ങനെയാണ്. അതില് എനിക്ക് തോന്നുന്നു മഞ്ഞ, പച്ച, ചുവപ്പ്, ആ 3 കളറായിരുന്നാണ് പറഞ്ഞത്. അതൊരു ഡയലോഗ് എഴുതിയിരുന്നു. എന്തായിരുന്നു അറിയാമോ? അതായത് നടുക്ക് വെള്ളയില് മഞ്ഞയില്, നടുക്ക് മഞ്ഞയാണ് കേട്ടോ. അതിന്റെ ഒരു കാര്യം എഴുതിയിരുന്നു. എന്താണെന്ന് പറയാം, വന്ദേ മാതരം എന്നായിരുന്നു അല്ല എഴുതിയിരുന്നത്. വന്ദേ മാതരം. ഓക്കെ. ഈ പതാക അറിയപ്പെടുന്ന പേരുകളുണ്ടായിരുന്നു. ഈ ഫസ്റ്റ് വന്ന പതാക എങ്ങനെയൊക്കെ അറിയപ്പെട്ടിരുന്നു അറിയാമോ? പതാക യൂണിറ്റി ഓഫ്, നമ്മൾ എവിടെയാണ് വന്നതെന്ന് പറഞ്ഞല്ലോ, എവിടെയാണ്. അപ്പൊ ആ പതാക കൊൽക്കത്ത പതാക എന്ന് അറിഞ്ഞപ്പെടും. അത് ഒന്നാം. അതുപോലെ അതിന് നടുക്ക് എന്താണ് എഴുതിയിരുന്നത്? വന്ദേ മാതരം പതാക എന്നറിയപ്പെട്ടത് ഈ പതാകയാണ്. അതുപോലെ ഇതിനെ വേറൊരു പേരും കൂടി അറിയപ്പെട്ടിരുന്നു, സ്വദേശി പതാക. ഇങ്ങനെ 3 പേരിലാണ് ഈ വന്ന ആദ്യത്തെ നമ്മുടെ പതാക അറിയപ്പെട്ടത്. വേറൊരു കാരണങ്ങളുണ്ട്. ബംഗാൾ വിഭജനത്തെ തുടർന്നാണ് നമ്മളെ സ്വദേശി പ്രസ്ഥാനം. അതിന്റെ ഭാഗമായിട്ടാണ് ദേശീയത കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ പതാക ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ബംഗാൾ വിഭജനം 1905. ആരാണ്? ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് 11 ഹാർഡിഞ്ച് 11. ഓക്കെ. ഇനി ഇന്ത്യക്ക് പുറത്ത്, അതായത് ഇന്ത്യയിലല്ല, ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഇന്ത്യയുടെ പതാക ഉയർത്തിയത് ആരാണ്? മാഡം ഭിക്കാജി ഗാമ. അത് എന്നാണ്? 1907. ഡേറ്റ് പറഞ്ഞാലോ? 1907 ജൂലൈ അല്ല, ഓഗസ്റ്റ് തന്നെയാണ്. ഓഗസ്റ്റ് 22. 1907 ഓഗസ്റ്റ് 22 എവിടെയാണെന്ന് പറഞ്ഞു? ജർമ്മനിലെ സ്റ്റട്ട്ഗർട്ടിലാണ്. അവിടുത്തെ ഒരു ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഗ്രസിലാണ് ആദ്യമായിട്ട് മാഡം ഭിക്കാജി ഗാമ ഇന്ത്യക്ക് പുറത്ത് ഈ ത്രിവർണ്ണ പതാക ആദ്യത്തെ നമ്മുടെ ഇന്ത്യൻ ദേശീയത വനിതയാണ്. ഇന്ത്യൻ വിപ്ലവ ചിന്തകളുടെ മാതാവ് മാഡം ഭിക്കാജി ഗാമ. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ ചിന്തകളുടെ മാതാവ് ഭിക്കാജി ഗാമ. അങ്ങനെയാണെങ്കിൽ എന്തിനായിരിക്കാം ആദ്യമായി ഈ പതാകയുടെ ആവശ്യകത എന്തായിരിക്കാം ആദ്യ നാളുകളില്? നമ്മുടെ യൂണിറ്റി, ഐക്യം. വേറെ കുറച്ചും കൂടെ വരട്ടെ. ആദ്യം നമ്മുടെ രാജ്യം എങ്ങനെയായിരുന്നു? നാട്ടുരാജ്യങ്ങളായിരുന്നു. അപ്പൊ ഈ നാട്ടുരാജ്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഈ പതാക, ഓരോ നാട്ടുരാജ്യങ്ങളെയും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പതാക എന്നൊരു കോൺസെപ്റ്റ് വരുന്നത്. അതിൽ നിന്നാണ് പിന്നീട് നമ്മൾ നമ്മുടേതായിട്ടുള്ള പതാകകളൊക്കെ രൂപകൽപ്പന ചെയ്ത് വരുന്നത്. ഇപ്പോഴും നമ്മൾ നമ്മുടെ ഇന്നത്തെ പതാകയിലോട്ട് എത്തിയിട്ടില്ല. നമ്മൾ അതിന് മുന്നേ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. 1906 പതാക. ആ പതാകയുടെ ചിഹ്നം നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ്? പതാക ഇല്ല. ആ പതാക, അതായത് നമ്മളിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ 1906 പതാക, ഈ പതാകയുടെ ചിഹ്നം നേരത്തെ പറഞ്ഞു. ഒരു 8 താമരയുണ്ട്, ഒരു സൂര്യനുണ്ട്, ഒരു ചന്ദ്രക്കല. അങ്ങനെയല്ല, ഇതാണ് ചോദിച്ച. അതിനകത്ത് എന്തൊക്കെയാണ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് 8 താമര, പിന്നെ ചന്ദ്രകല, യൂണിറ്റി, ഐക്യം, സൂര്യൻ. ഇതായിരുന്നു ആദ്യത്തെ നമ്മുടെ പതാക. ഇനി നമ്മള് ത്രിവർണ്ണ പതാകയിലോട്ട് പോവുകയാണ്. അതായത് നമ്മുടെ ഇന്നത്തെ പതാകയാണോ എന്ന് ചോദിച്ചാൽ അല്ല, അതിന് മുന്നേ ഉള്ള ഒരു പതാകയുണ്ട്, ത്രിവർണ്ണ പതാക. അപ്പൊ ഈ ത്രിവർണ്ണ പതാക രൂപകൽപ്പന ചെയ്ത ആളാരാണ്? പിംഗലി വെങ്കയ്യ. അദ്ദേഹം ഏത് സ്റ്റേറ്റിലാണ്? ആന്ധ്രാപ്രദേശ്. അപ്പൊ പിംഗലി വെങ്കയ്യാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ത്രിവർണ്ണ പതാക. മസൂലിപട്ടണമാണോന്ന് അറിഞ്ഞില്ല. അപ്പൊ ആന്ധ്രാപ്രദേശുകാരനാണ് ആര്? ഈ പിംഗലി വെങ്കയ്യ. അദ്ദേഹമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ത്രിവർണ്ണ പതാക, അതായത് ഈ 3 നിറത്തിലുള്ള പതാക രൂപകൽപ്പന ചെയ്യുന്നത്. ഈ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തിയ INC സെഷൻ ഏതാണ്?
21 കുറച്ചും കൂടെ പോട്ട് വലിയ വലിയ പ്രത്യേകതകളുള്ള 29 ലാഹോർ സമ്മേളനം. അങ്ങനെയാണെങ്കിൽ ആരായിരുന്നു അധ്യക്ഷൻ? നെഹ്റു. അതിന് കുറെ പ്രത്യേകതകളുണ്ടല്ലോ. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു. പിന്നെ തൊട്ടടുത്ത വർഷം 1930 ജനുവരി 26 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു. പിന്നെ 30 തന്നെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ കുറെ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ നടന്ന സമ്മേളനമാണ് ഈ 1929 ലാഹോർ സമ്മേളനം. അപ്പൊ പറഞ്ഞു അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. അപ്പൊ ഈ പതാക ഉയർത്തിയത് ആരായിരിക്കും? ഈ ത്രിവർണ്ണ പതാക ജവഹർലാൽ നെഹ്റു. അതെന്താണെന്ന് അറിയാവോ? 29 തന്നെയാണ്. 29 ആ വർഷത്തിന്റെ അവസാനം സമ്മേളനം നടക്കുന്നത്. ഡിസംബർ 31 അർദ്ധരാത്രിയാണ് ഈ പതാക 1929 ഡിസംബർ 31 ഏത് നദിക്കരയിലാണ്? ലാഹോർ അല്ലേ? ഏതായിരിക്കും? അരേബി നദിക്കരയിലാണ്. അപ്പൊ എന്തിനു വേണ്ടി ആയിരിക്കും നമ്മൾ അന്ന് ഈ പതാക ഉയർത്തിയത്? നമ്മുടെ ആ ഒരു വെച്ചിട്ട് നമുക്കൊന്ന് ഗസ് ചെയ്യാം. എന്തിനു വേണ്ടിയായിരിക്കും? സ്വാതന്ത്ര്യത്തിന് വേണ്ടി. നല്ലാതെ ആ സമയത്ത് നമ്മുടെ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആരായിരിക്കും? ബ്രിട്ടീഷുകാരാണ്. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് കാണിച്ചു കൊടുക്കണം നമുക്ക് സ്വന്തമായിട്ട് ഒരു സ്വതന്ത്ര രാഷ്ട്രം ഉണ്ടാക്കി ഒരു പതാക ഉയർത്താൻ പറ്റുമെന്ന് ബ്രിട്ടീഷുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഈ ഒരു പതാക ഉയർത്തുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തിയ INC സെഷൻ ചോദിച്ചാൽ ഏതാണ്? 29 ലാഹോർ സമ്മേളനം. അധ്യക്ഷൻ നെഹ്റു. എന്നാണ് ഉയർത്തിയത്? ഡിസംബർ 31. ഏത് നദിക്കരയിലാണ്? രവി. ലാഹോർ എന്ന് പറയുമ്പോൾ തന്നെ ഏത് നദിക്കരയാണ്? രവി നദിക്കരയിലാണ്. ഈ ത്രിവർണ്ണ പതാകയ്ക്ക് ഔദ്യോഗികമായിട്ട് അംഗീകാരം കിട്ടിയത് ഈ സെഷനിലല്ല. അത് ഏത് സെഷനിലാണെന്ന് അറിയാമോ? 31 സെഷൻ കറാച്ചി. ആരായിരിക്കും അധ്യക്ഷൻ? രാജേന്ദ്ര പ്രസാദ് ആണോ? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു അധ്യക്ഷൻ. അപ്പോ ഈ 29 ഇത് ത്രിവർണ്ണ പതാക ഉയർത്തിയെങ്കിലും ഇതിന് ഔദ്യോഗികമായിട്ട് അംഗീകാരം കിട്ടിയത് 1931 കറാച്ചി സമ്മേളനത്തിലായിരുന്നു. അധ്യക്ഷനാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഈ സമ്മേളനത്തിൽ വെച്ചിട്ട് ഔദ്യോഗികമായി അംഗീകാരം കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ തന്നെ എന്ത് ചെയ്തു? ഈ പതാക അംഗീകരിക്കാനുള്ള പ്രമേയം കൂടി ഇവിടെ തന്നെ പാസ്സാക്കുന്നുണ്ട്. നമ്മുടെ ഔദ്യോഗിക പതാകയായിട്ട് ത്രിവർണ്ണ പതാകയെ അംഗീകരിക്കാനുള്ള പ്രമേയവും ഈ സെഷനിൽ തന്നെ പാസ്സാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ത്രിവർണ്ണ പതാകയിലെ നിറങ്ങൾ പറഞ്ഞേ. മുകളിൽ കുങ്കുമം, വെള്ള, പച്ച. മുകളിൽ കുങ്കുമം, വെള്ള, പച്ച. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ഇന്നത്തെ പതാക അല്ല ഈ ത്രിവർണ്ണ പതാക നമ്മൾ പറയുന്നത്. കാരണം ഒരു കാര്യമുണ്ട്. എന്തായിരിക്കും? അതിന്റെ നടുവിൽ അന്നുണ്ടായിരുന്ന ചിഹ്നം ഇന്നത്തെ ചിഹ്നം അല്ല, ചർക്ക. പക്ഷെ നിറങ്ങളെല്ലാം കറക്റ്റാണ്, ത്രിവർണ്ണ പതാക തന്നെയാണ്. എങ്കിലും അതിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് ഈ നടുവിലുണ്ടായിരുന്നത് ചർക്കയായിരുന്നു. അപ്പോ ഈ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ചർക്ക. ഈ ചർക്ക എന്തിനായിരിക്കും അന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കുക? സ്വദേശി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയുടെ ചിഹ്നമായിട്ടാണ് അന്ന് ഈ ചർക്കയെ നമ്മുടെ പതാകയിൽ ഉൾപ്പെടുത്തിയത്. ഓക്കെ അല്ലേ? അപ്പൊ 3 നിറം. അശോക ചക്രം അതിന് തന്നെയാണ്. അശോക ചക്രം. ഈ പിങ്കളി വെങ്കയ്യ ഇത് ആദ്യം രൂപകൽപ്പന ചെയ്തപ്പോൾ ഇത് ഉൾപ്പെടുത്തിയിരുന്നു? ഇല്ല, ഇത് പിന്നീട് ത്രിവർണ്ണ 3 നിറത്തിലുള്ള ആ പതാകയാണ് പിങ്കളി വെങ്കയ്യ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പതാക, അതായത് 1931 ഔദ്യോഗികമായിട്ട് അംഗീകാരം കിട്ടിയ ഈ പതാകയുടെ നടുവിൽ വെള്ളയിൽ ഉണ്ടായിരുന്നത് ചർക്കയായിരുന്നു. ഈ ചർക്ക എന്തിനു വേണ്ടിയാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് ചോദിച്ചാൽ രാജ്യത്തിന്റെ പുരോഗതിയെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നോക്കിയോ, നമ്മൾ പറഞ്ഞു 3 നിറങ്ങളുണ്ട്. ഈ 3 നിറങ്ങൾക്കും ഓരോരോ പ്രത്യേകതകളുണ്ട്. ഈ ഇങ്ങനെ പ്രത്യേകിച്ച് അതിന് വ്യാഖ്യാനം കൊടുത്ത ഒരു വ്യക്തിയുണ്ട്. ആരാണെന്നറിയാമോ? ടാഗോർ അല്ല. അദ്ദേഹത്തെ കുറിച്ച് പറയാൻ നമ്മുടെ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരാളാണ്. അതായത് അല്ല, നമുക്ക് അതായത് നമ്മുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അപ്പൊ ഈ നിറത്തിന്, അതായത് ഈ 3 നിറങ്ങൾക്കും വ്യാഖ്യാനം കൊടുത്ത വ്യക്തി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അങ്ങനെയാണെങ്കിൽ അപ്പൊ കുങ്കുമത്തിന് എന്തെങ്കിലും ത്യാഗം, ധീരത, ദൃഢത, ഇതെല്ലാം ഏതാണ്? കുങ്കുമം. അപ്പൊ കുങ്കുമ നിറം ത്യാഗം, ധീരത, ദൃഢത ഇതിനെല്ലാം എന്ത് സൂചിപ്പിക്കുന്നത്? കുങ്കുമ നിറം. അടുത്ത വെള്ളയാണെങ്കിലോ നമുക്കറിയാം, സമാധാനം, വിശ്വാസം, സത്യം, സത്യം, സമാധാനം, വിശ്വാസം, പരിശുദ്ധി, ഇതിനെയൊക്കെയാണ് വെള്ള. നമുക്ക് നോർമലി അറിയാം, വെള്ളപ്പൊടി കാണിക്കണം, പരിശുദ്ധി. ഇതാണ് സത്യം, പരിശുദ്ധി. കുങ്കുമമാണെങ്കിൽ ധൈര്യം, ദൃഢത, ഇതെല്ലാം പറയാം. പച്ചയാണെങ്കിലോ പച്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സമൃദ്ധിയെ സൂചിപ്പിക്കുന്ന നിറമാണ് പച്ച. അപ്പോ സമൃദ്ധി, ഫലഭൂഷ്ഠത, ഇതാണ് പച്ച. അല്ല, ഈ പച്ചക്ക് ഇന്ത്യയുടെ സസ്യ ജന്തുജാലങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിട്ട്
ഓക്കെ, അപ്പൊ 3 നേരം. കുങ്കുമം എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു? ത്യാഗം, ധീരത, ദൃഢത എല്ലാം പറയാം. അടുത്ത് വെള്ള സമാധാനം, സത്യം, പരിശുദ്ധി. ഓക്കെ, അടുത്ത് വിശ്വാസം ഉണ്ട്. അടുത്ത് പച്ച സമൃദ്ധി, ഫലഭൂഷ്ഠത, പിന്നെ ജന്തുജാലങ്ങളെ സൂചിപ്പിക്കാൻ. ഓക്കെ, ഇനി ഈ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ഒരു അഡ്ഹോക് കമ്മിറ്റി ഉണ്ട്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അശോക ചക്രം ഉണ്ടല്ലോ. അശോക ചക്രം ഇനി നമ്മൾ വരും, നമ്മൾ ആ പതാകയിൽ എത്തി. അശോക ചക്രത്തിനെ സൂചിപ്പിക്കുന്നു. അത് 4 കളർ അറിയാലോ. അത് നേവി ബ്ലൂ. നേവി ബ്ലൂ എന്തിനാ സൂചിപ്പിക്കുന്നത് ആ കളർ? അത് പഴയത് തന്നെ, മറ്റേ ചർക്കയിലേത് തന്നെ. പുരോഗതിയെ സൂചിപ്പിക്കാൻ. പിന്നെ ചക്ര ഇന്ത്യയുടെ ചലനം ഉണ്ടല്ലോ. പുരോഗതി ഇന്ത്യയുടെ ചലനം. ഇന്ത്യ അതായത് ഇന്ത്യയുടെ ചലനം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ വികസനത്തെ കുറിച്ച് സൂചിപ്പിക്കും, പുരോഗതിയെ കുറിച്ച് സൂചിപ്പിക്കും. അപ്പൊ ഈ ദേശീയ പതാകയോട് ബന്ധപ്പെട്ട് ഒരു അഡ്ഹോക് കമ്മിറ്റി ഉണ്ടായിരുന്നു. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? രാജേന്ദ്ര. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കി പറ, അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റികൾ പറയാം. നമ്മള് കാറി കയറി നിലത്തിലുണ്ട്. സ്റ്റിയറിംഗ് കമ്മിറ്റി, കാറില് ഫ്രണ്ടില് സ്റ്റാഫ്, ഫിനാൻസ്, പിന്നെ ഫ്ലാഗ്. അതാണ് നമ്മൾ ഈ പറഞ്ഞത്. പതാകയെ ബന്ധപ്പെട്ട അഡ്ഹോക് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, റൂൾസ് ആൻഡ് പ്രൊസീജിയർ. വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് റൂൾസ് ആൻഡ് പ്രൊസീജിയർ നമ്മൾ സ്റ്റിയറിംഗ് കമ്മിറ്റി, ഫിനാൻസ് ആൻഡ് സ്റ്റാഫ്, റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി. അപ്പൊ ഈ 4 കമ്മിറ്റിയുടെയും ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അങ്ങനെയാണെങ്കിൽ ഈ ത്രിവർണ പതാകയെ, അതായത് ഈ ത്രിവർണ പതാക നമ്മുടെ ഭരണഘടന അംഗീകരിച്ച ഒരു ഡേറ്റ് ഉണ്ട്. അതെന്താണ്? 47 ജൂലൈ 22. അപ്പോൾ നമ്മുടെ ഭരണഘടന നമുക്കറിയാം, 46 ഭരണഘടനാ നിർമ്മാണ സമിതിയൊക്കെ വന്ന് ഭരണഘടനയൊക്കെ തയ്യാറാക്കുന്നുണ്ട്. ഈ ഭരണഘടന അംഗീകരിക്കുന്നത്, നമ്മുടെ ദേശീയ പതാക അംഗീകരിക്കുന്നത് എന്നാണ് 1947 ജൂലൈ 22. ഇഷ്ടംപോലെ ചോദിച്ചിട്ടുള്ള 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടും. അതിന് ഉയർത്താൻ ഇന്ത്യക്ക് ഒരു പതാക വേണം. അങ്ങനെയാണ് അതിന് തൊട്ട് മുമ്പുള്ള ഡേറ്റ് വയ്ക്കാം, ജൂലൈ 22. അപ്പൊ തൊട്ട് മുമ്പുള്ള ഡേറ്റ് അന്ന് അംഗീകരിച്ചെന്ന് പഠിച്ചു. മുന്നേ. പക്ഷേ നമുക്ക് അന്ന് നമ്മളിതിനെ ഭരണഘടന അംഗീകരിച്ചു എങ്കിലും നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ പതാകയായിട്ട് ഇതിനെ നമ്മൾ പ്രഖ്യാപിച്ചില്ല. അതെന്നായിരിക്കും പ്രഖ്യാപിക്കുന്നത്? വന്ന ശേഷം. അപ്പൊ എന്നായിരിക്കും? 50 ജനുവരി 26. അപ്പൊ അതുവരെ ഈ പതാകയെ നമ്മുടെ ഇന്ത്യയുടെ പതാകയായിട്ട് വന്നിട്ടില്ല. കാരണം സ്വതന്ത്ര ഇന്ത്യയുടെ പതാകയായിട്ട് ഈ ത്രിവർണ പതാകയെ എടുത്തിട്ടില്ല. അപ്പൊ എന്ന് മുതലാണെന്ന് ചോദിച്ചാൽ അത് 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷമാണ് ഈ പതാക നമ്മുടെ ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള പതാകയായിട്ട് നമ്മൾ അംഗീകരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയാ? ഇനി നോക്കിയോ, നമ്മൾ പറഞ്ഞു ത്രിവർണ പതാക. ഫസ്റ്റ് നമ്മൾ ഈ 1929 ത്രിവർണ പതാക നമ്മൾ ആദ്യമായിട്ട് ഉയർത്തി എന്ന് പറഞ്ഞു. അതിന്റെ നടുവിൽ ഏതാണെന്ന് പറഞ്ഞു? ചർക്കയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ചർക്ക മാറ്റിയിട്ട് ഇന്നത്തെ അശോക ചക്രം വരണമല്ലോ. അത് ഏത് വർഷമായിരിക്കും കൊണ്ടുവന്നെന്ന് അറിയാവോ? 47-ലാണ്. 1947-ലാണ് ചർക്ക മാറ്റിയിട്ട് അവിടെ എന്ത് വരുന്നത്? ഈ അശോക ചക്രം സെന്ററിൽ അശോക ചക്രം വരുന്നത്. ഈ അശോക ചക്രം എവിടെ നിന്നായിരിക്കും എടുത്തിട്ടുള്ളത്? സാരാനാഥ്. സാരാനാഥിലെ ഏത് സ്തംഭം തന്നെ ഉണ്ട്? അശോക സ്തംഭം. അശോക സ്തംഭത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിന് എത്ര ആരക്കാലുണ്ട്? 24. കളർ നമ്മൾ നേരത്തെ പറഞ്ഞു, നേവി ബ്ലൂ അല്ലെങ്കിൽ നാവിക നീല. പുരോഗതി, രാജ്യത്തിന്റെ വളർച്ച, വികസനം സൂചിപ്പിക്കുന്നു. ഈ അശോക ചക്രത്തിന് പറയുന്ന മറ്റൊരു പേരുണ്ട്. അശോകനെ നമ്മൾ എങ്ങനെ അറിയപ്പെടുമായിരുന്നു? അശോകൻ ധർമ്മരാജ. നമ്മൾ ആ അശോകനെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ ധർമ്മചക്രം എന്നറിയപ്പെടുന്നതും ഈ അശോക ചക്രത്തിനെയാണ്. ധർമ്മചക്രം എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ ഫ്ലാഗിൽ എത്ര കളറുണ്ട്? 4 കളറുണ്ട്. പണ്ട് നോട്ടില് എത്ര രീതിയിൽ എഴുതിയിട്ടുണ്ടെന്നല്ലേ? എത്ര ഇതിൽ എഴുതിയിട്ടുണ്ട്? 22. അത് അംഗീകരിച്ച ഭാഷകളല്ലേ? 22. ഇങ്ങനെ 15 ഉത്തരം കുറെ പേർക്ക് അങ്ങനെ തെറ്റി. രണ്ടെണ്ണം കൂടി ടേബിളിലാണ് 15. അത് ചോദിച്ചു അല്ലാതെ എഴുതിയിട്ടുണ്ടല്ലേ? എത്ര ഭാഷകളിൽ എഴുതിയിട്ടുണ്ടോ? മലയാളം 7-മതാ. ഒരു നോട്ട് ഉണ്ടെങ്കിൽ നോക്ക്. നോട്ട് പൈസ അല്ല. നമുക്ക് നോക്കാം. നോട്ടുണ്ടോ?
നോട്ടില്ല. അപ്പൊ വായിരം അപ്പൊ ഓക്കെ ഓക്കെ. ദേശീയ പതാകയുടെ ആകൃതി എന്താണ്? നീളവും വീതി അല്ല, ആകൃതി ദീർഘചതുരം. ദീർഘചതുരാകൃതിയാണ്. അത് വാങ്ങിച്ചു. ദീർഘചതുരാകൃതി ഏഴാമത്. ഓക്കെ, ഞാൻ ജയിച്ചു. ഏഴാമതാണ് മലയാളം. അപ്പൊ മൊത്തം എത്ര ഭാഷയുണ്ട്? 17. അതില് മലയാളം എത്രാമതാണെന്ന് ചോദിച്ചാൽ ഏഴാമതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ആകൃതി, ദേശീയ പതാകയുടെ ആകൃതി ദീർഘചതുരാകൃതി. അതിന്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം. നീളം കൂടുതലായിരിക്കും. ഇത് പലതവണ ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോയിട്ട് അവര് വീതി നീളവും ചോദിക്കും, പക്ഷെ നമ്മൾ നോക്കൂല. അപ്പൊ നീളമായിരിക്കും കൂടുതൽ. അപ്പൊ 3:2 ആണെന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ നീളം കൂടുതൽ എങ്കിൽ 3:2, വീതി നീളമാണെങ്കിൽ 2:3. അതാണ് പ്രശ്നം. കുഴപ്പമില്ല, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമെന്ന് ആരും പ്രതീക്ഷിക്കൂല. ക്വസ്റ്റ്യൻ കാണുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാമായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? മറ്റേ പണ്ട് എനിക്ക് ഇൻക്യുബേറ്ററിലെ മുട്ട വിരിയ എത്ര ദിവസം വേണം, ഇൻക്യുബേറ്ററിലെ കോഴി മുട്ട വിരിയ എത്ര ദിവസം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ ആരും എഴുതൂല. ഇൻക്യുബേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് പെട്ടെന്ന് മുട്ട വിരിയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുള്ള. ഓക്കെ, അപ്പോ ആകൃതി ചോദിച്ചാൽ ദേശീയ പതാകയുടെ ആകൃതി ചോദിച്ചാൽ ദീർഘചതുരാകൃതിയാണ്. അത് 3:2 ആണ്. നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം ചോദിച്ചാൽ മൊത്തം എത്ര അളവ്? ഔദ്യോഗികമായിട്ട് എത്ര അളവിൽ ഉണ്ടാക്കാൻ ചോദിച്ചാൽ 9. അതിൽ ഏറ്റവും ചെറിയ അളവ് എത്രയാണ് ഉണ്ടാക്കാൻ പറ്റുന്ന? ഏറ്റവും ചെറിയ അളവ് 6x4 ആണ് കേട്ടോ. 6x4 മൊത്തം 9 അളവിൽ ഉണ്ടാക്കാം. അതില് ഫ്ലാഗ് കോഡ് പ്രകാരം, ഫ്ലാഗ് കോഡ് നിലവിൽ വന്ന എന്നാണ്? 2002 ജനുവരി 26. നമ്മുടെ ജനുവരി 26 എന്താണെന്ന് അറിയാലോ? റിപ്പബ്ലിക് ഡേ. അന്ന് 2002 റിപ്പബ്ലിക് എന്ന് പറയാൻ കാര്യം സ്വന്തമായിട്ട് അധികാരം കിട്ടിയല്ലോ. ഇനി ആരും നമ്മളെ ഭരിക്കണ്ട. നമുക്ക് ഇവിടെ അതല്ലേ റിപ്പബ്ലിക്. രാഷ്ട്രതലവനുണ്ട്. നമ്മുടെ രാഷ്ട്രതലവൻ റിപ്പബ്ലിക്. പക്ഷെ രാജഭരണം അത് റിപ്പബ്ലിക് അല്ല. കാരണം എന്താ? തെരഞ്ഞെടുക്കപ്പെടുന്നില്ല. റിപ്പബ്ലിക് ആണോ? അല്ല. ചോദിക്കുമ്പോ ഭയങ്കര കൺഫ്യൂഷൻ. ഓക്കെ, അപ്പൊ ഫ്ലാഗ് കോഡ് നിലവിൽ വന്ന എന്നാണ്? 2002 ജനുവരി 26. ഈ ഫ്ലാഗ് കോഡ് പ്രകാരം ദേശീയ പതാകയുടെ ഏറ്റവും ചെറിയ അളവാണ് 6x4. ഫ്ലാഗ് കോഡ് പ്രകാരം ദേശീയ പതാക ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവ് ചോദിച്ചാൽ 6x4. മൊത്തം എത്ര അളവിൽ ഉണ്ടാക്കാം? 9 അളവിൽ. കേരളത്തിലെ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. കടൽത്തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം 11. അങ്ങനെ 9 ഗുജറാത്ത്, മഹാരാഷ്ട്ര, അതിന്റെ താഴെ ഗോവ, അത് കഴിഞ്ഞ കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒറീസ, ബംഗാൾ. അപ്പൊ തെലങ്കാനക്ക് കടൽത്തീരം ഇല്ല. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത്. ഏറ്റവും കുറവ് ഗോവ. സംസ്ഥാനമുള്ള കേരളത്തിലെ ജില്ല. ഏറ്റവും കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ. കുറവ് കൊല്ലം. കടൽത്തീരം കൂടുതലുള്ള താലൂക്ക് ചേർത്തല, ആലപ്പുഴ. അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് നീളത്തിന്. ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം കണ്ണൂർ. സംസ്ഥാനോ? പശ്ചിമ ബംഗാൾ. കേരളത്തിലെ ജില്ല കണ്ണൂർ. ഓക്കെ, അപ്പൊ കണ്ടൽക്കാടുകൾക്കിടയിൽ കണ്ടൽക്കാടുകൾക്കിടയിലെ എന്റെ ജീവിതം. ഒരു കൊച്ചു കുരുവിയുടെ പതനം. സലീം അലി. ഓക്കെ, ബാക്കി പോവാം. ചിറകൊടിഞ്ഞ കിനാക്കൾ. അതെന്തോ ഉദ്ദേശിച്ച് പറഞ്ഞതാണല്ലോ. അതാരത്? ചിറകൊടിഞ്ഞ കിനാക്കളായിരുന്നു. സിനിമയിലുണ്ടല്ലോ, ചിറകൊടിഞ്ഞ മറ്റേ സിനിമ ഉണ്ടല്ലോ, ശ്രീനിവാസ ക്യാരക്ടർ ഉണ്ടല്ലോ. ഓക്കെ. നമുക്കിപ്പോ ഈ പതാക പണ്ട് ഉയർത്താൻ പറ്റൂലേ? അങ്ങനെ അതിനു വേണ്ടി പതാക ഉയർത്താൻ വേണ്ടി ഒരാള് പതാക ഉയർത്തി. അപ്പൊ അയാൾക്കെതിരെ കേസെടുത്തു. അങ്ങനെ അയാള് സുപ്രീം കോടതി വാദിച്ച് നമുക്ക് പതാക ഉയർത്താൻ എന്റെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞ് അതിനുള്ള അധികാരം നേടുന്നു. നമ്മൾ ആ കേസ് കേട്ടിട്ടുണ്ട്. എന്ന് പറയാമോ? നവീൻ ജിൻഡ. അതിലാണ് ഭരണഘടന നമ്മുടെ എന്താ ആശയവിനിമയത്തിനുള്ള അധികാരം, നമ്മളെ മൗലികാവകാശങ്ങൾ ഉണ്ട്. 19
ആശയാവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം മറ്റേ 19 അതിൽ 5 എണ്ണം അങ്ങനെയല്ല, നമ്മൾ അതിൽ ഉൾപ്പെടുന്നതാണ്, നമ്മുടെ മൗലിക ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് നമുക്ക് എന്ത് ആശയം ആവിഷ്കരിക്കാനുള്ള. അതിലൊക്കെ ഉൾപ്പെടുന്നതാണ് എന്ത് പതാക ഉയർത്താം. നവീൻ ചിന്ത. അതാണ് ഞാൻ അടുത്ത് പറയാൻ വന്നത്. നശിപ്പിച്ചോ? ഞാൻ പറഞ്ഞു അത് റയർ പോയിന്റ് എന്ന് വിചാരിച്ചു പറഞ്ഞു. സ്വാതന്ത്ര്യ ദിനത്തിൽ എവിടെയാണ് പതാക ഉയർത്തുന്നത്? സ്വാതന്ത്ര്യ ദിനത്തിൽ എവിടെയാണ് പതാക ഉയർത്തുന്നത്? എവിടെയാണ്? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ കൺഫ്യൂഷൻ ആയല്ലേ? അതാണ് ഉയർത്തി ചോദിക്കാൻ വന്നത്. ആരെ ഉയർത്തും? പ്രധാനമന്ത്രി ഉയർത്തും. പ്രസിഡന്റ് പിന്നെ എവിടെ? റിപ്പബ്ലിക്കിന് അപ്പൊ എവിടെ? രണ്ടിടത്തും ഒരിടത്തില്ല. റിപ്പബ്ലിക് ഡേന് വേറെ ഉയർത്തോടെ. അല്ല, റിപ്പബ്ലിക് ആവുമ്പോഴേ പ്രസിഡന്റ് ഉള്ളതുകൊണ്ടാണ് റിപ്പബ്ലിക് ആവുന്നത്. അപ്പൊ റിപ്പബ്ലിക്കിന് ഉയർത്തണം പ്രസിഡന്റ്. പ്രധാനമന്ത്രി പ്രസിഡന്റ് എവിടെ ഉയർത്തും? അത് നോക്ക്. ബാക്കി ഓക്കെ. അപ്പൊ സ്വാതന്ത്ര്യ ദിനത്തിൽ പതാക ഉയർത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? പ്രധാനമന്ത്രി. എവിടെയാണ് ഉയർത്തുന്നത്? ചെങ്കോട്ടയിലാണ്. ഈ ത്രിവർണ്ണ പതാക നിർമ്മിക്കുന്ന തുണി ഏതായിരിക്കും? ഖാദി. അത് ഒരു സ്ഥലത്തെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ പതാക ഒരു സ്ഥലത്തെ ഉണ്ടാക്കുന്നു. എവിടെയാണ്? കർണാടകയിലെ ഹൂബ്ലിയാണ്. അവിടെ അതിന് പറയുന്നുണ്ട് കർണാടക ഖാദി ഗ്രാമോദ്योग സംയുക്ത സംഘം. അതായത് കർണാടക ഖാദി ഗ്രാമോദ്योग സംയുക്ത സംഘം, കർണാടകയിലെ ഹുബ്ലി. ഇവിടെയാണ് നമ്മുടെ ദേശീയ പതാക നിർമ്മിക്കുന്നത്. ഇവർക്ക് മാത്രമേ അനുമതി കൊടുത്തിട്ടുള്ളൂ. വേറെ ആർക്കും ദേശീയ പതാക ഉണ്ടാക്കാനുള്ള അനുമതി കൊടുത്തിട്ടില്ല. ഓക്കെ അല്ലേ? അപ്പൊ നിർമ്മിക്കുന്ന തുണി ചോദിച്ചാൽ ഏതാണ്? ഖാദിയാണ്. എവിടെയാണ് നിർമ്മിക്കുന്നത്? കർണാടകയിലെ ഹുബ്ലിയിൽ. എവിടെയാണെന്ന് ചോദിച്ചാൽ ഖാദി ഗ്രാമോദ്योग സംയുക്ത സംഘം. ഇവരാണ് നിർമ്മിക്കുന്നത്. അങ്ങനെയാണ് വോട്ടിംഗ്. അങ്ങനെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട്. ഉത്തർപ്രദേശ്, കർണാടകയില എവിടെയോ കേട്ട്. റിപ്പബ്ലിക് ഡേക്ക് കർത്തവ്യപഥ്. എന്റെ പേരിപ്പോ മാറിയതല്ലേ? പുതിയ പേര് കർത്തവ്യപഥ്. പഴയ പേര് രാജ്പഥ്. അത് പുതിയ പേര് കർത്തവ്യപഥ്. പിന്നെ വോട്ടിംഗ് മെഷീൻ ഈ നമ്മുടെ നമ്മൾ വോട്ട് ചെയ്യാൻ പോണില്ലേ, അതിനകത്ത് ഒരു വോട്ടിംഗ് മെഷീനിൽ എത്ര പേരുടെ പേര് രേഖപ്പെടുത്താൻ പറ്റും? 16. അതായത് 16 കളങ്ങളുടെ എണ്ണം. അപ്പൊ ഇപ്പൊ നോട്ട ഇല്ല, നൺ ഓഫ് ദ എബോ ഇല്ല. പകരം എന്താണുള്ളത്? മുമ്പ് നമുക്ക് ഇതിൽ ആർക്കും നമുക്ക് താല്പര്യമില്ലെങ്കിൽ നോട്ട കുത്താം. ഇപ്പൊ പകരം എന്തുണ്ട്? അവള് പറഞ്ഞേ എന്റെ ബട്ടൺ ഉണ്ട്. എൻഡില് താത്തിട്ട് ഇറങ്ങി വരാം. ഓക്കെ. ഇപ്പൊ നോട്ട ഇല്ല. നോട്ടയുടെ ഫുൾ ഫോം ഞാൻ പറഞ്ഞു. എനിക്ക് ഇതിന്റെ മോളിൽ കൊടുത്തേക്കുന്ന ആരെയും എനിക്ക് താല്പര്യം ഇല്ലാത്ത. ഓക്കെ. അപ്പൊ നോക്കിയോ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ത്രിവർണ്ണ പതാക എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വടക്കാണ്. പഞ്ചാബിലാണ്. പഞ്ചാബിലെ ഒരു അതിർത്തിയിലാണ്. അത്താരി വാഗ അതിർത്തിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പതാക സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പതാക സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പഞ്ചാബിലെ അത്താരി വാഗ അതിർത്തി. അപ്പൊ ഈ അത്താരി വാഗ അതിർത്തി ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ പഞ്ചാബാണ്. പഞ്ചാബ് എന്ന് പറയുമ്പോ അവിടെ പാകിസ്ഥാൻ. ഇന്ത്യ ആൻഡമാൻ നിക്കോബാറിനെ വേർതിരിക്കുന്നു. 10 ഡിഗ്രി ചാനൽ. 10 ഡിഗ്രി ചാനൽ കിട്ടും. 10 ഡിഗ്രി ചാനൽ. അപ്പൊ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ടും. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് പറയാനുണ്ടോ പതാകയെ കുറിച്ച്? പതാക പിന്നെ ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിന്റെ പ്രതീകമാണ്. പതാക എന്ന് പറഞ്ഞാൽ ദേശീയ ഐക്യത്തിന്റെ പ്രതീകമാണ്. ഐക്യം എന്ന് പറയുമ്പോ ഗാന്ധിജി ആയിരിക്കും അല്ലെ? ഓരോ പൗരന്റെയും സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണ് ഇന്ത്യയുടെ പതാക. ഓരോ പൗരന്റെയും സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണ് ഇന്ത്യൻ പതാക. ജവഹർലാൽ നെഹ്റു. ഓക്കെ. ഒരു പതാക നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകം മാത്രമല്ല, എല്ലാ ജനങ്ങളുടെയും സ്വാതന്ത്ര്യമാണ്. അതല്ലേ ജവഹർലാൽ നെഹ്റു. ഓക്കെ അല്ലേ? മൈസൂർ പെയിന്റ്. മഷി മൈസൂർ പെയിന്റ്. ഈ ഫ്ലാഗ് കോഡിന്റെ മാനദണ്ഡം നിശ്ചയിക്കുന്നത് എന്ത് പ്രകാരമാണ്? BIS ആണ്. BIS ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. മാനദണ്ഡം. അപ്പൊ ഈ ചുമ്മാ കടിച്ചിറക്കുന്നതാ?
അങ്ങനെ അടിച്ചിറക്കിയ അനുമതിയില്ല. അനുമതിയില്ല. അതില്ല. പക്ഷേ പതാക സ്വാതന്ത്ര്യദിനമായിട്ട് ബന്ധപ്പെട്ട് കുഴപ്പമില്ല. അത് മറ്റേ പ്ലാസ്റ്റിക് അല്ലേ, നമ്മുടെ തുണിയിലെ ഖാദിയിലെ പതാകയ്ക്കാണെങ്കിൽ ഓ, ശരി.